മൂവാറ്റുപുഴ നഗരസഭാ സെക്രട്ടറിയുടെ ക്യാബിനുള്ളിലെ സീലിംഗിനടിയിൽ ഒളിച്ച മരപ്പെട്ടികളെ പിടികൂടി. ഫോറസ്റ്റിലെ റെസ്ക്യൂവറായ സേവി പൂവന്റെ നേതൃത്വത്തിലുള്ള സംഘം എത്തിയാണ് മരപ്പെട്ടികളെ പിടികൂടി ഫോറസ്റ്റിന് കൈമാറിയത്. മൂവാറ്റുപുഴ നഗരസഭാ ഓഫീസിൽ നിന്നും 2 മരപ്പെട്ടികളെയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പിടികൂടിയത്. നഗരസഭാ സെക്രട്ടറിയുടെ ക്യാബിനുള്ളിലെ സീലിംഗിൽ ഒളിച്ചു വസിച്ചുവന്ന 2 മരപ്പെട്ടികളെയാണ് ഇന്ന് പിടികൂടിയത്. സീലിംഗിൽ നിന്നും ഒച്ചയും ബഹളവും കേട്ടതിനെ തുടർന്ന് നഗരസഭാ ജീവനക്കാർ നടത്തിയ പരിശോധനയിലാണ് മരപ്പെട്ടിയെ കണ്ടെത്തിയത്. പെൺവർഗത്തിലുള്ള മരപ്പെട്ടികളിൽ ഒന്ന് ഗർഭിണിയുമാണ്. നഗരസഭാ അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് ഫോറസ്റ്റ് റെസ്ക്യൂ ടീം അംഗം സേവി പൂവൻ സ്ഥലത്തെത്തി അതിവിദഗ്ധമായാണ് മരപ്പെട്ടികളെ പിടികൂടിയത്. ഇതിനു മുൻപും മരപ്പെട്ടികൾ നഗരസഭാ ഓഫീസിനുള്ളിൽ കയറാറുണ്ടെന്നും എന്നാൽ ഇവ ആളുകളെയോ ജീവനക്കാരെയോ ഉപദ്രവിക്കാറില്ലെന്നും ജീവനക്കാർ പറയുന്നു. സേവി പൂവൻ പിടികൂടിയ മരപ്പെട്ടികളെ കോതമംഗലത്ത് ഫോറസ്റ്റ് കൈമാറി. ഇവയെ വനത്തിൽ സുരക്ഷിതമായി തുറന്നുവിടും. കാലാകാലങ്ങളായിട്ട് നമ്മൾ ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുമ്പോൾ പലപ്പോഴും ഓഫീസിന്റെ ഒരു റീസ്ട്രക്ചർ അല്ലെങ്കിൽ അതിന്റെ റെനോവേഷൻ പലപ്പോഴും അവഗണിക്കപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കൗൺസിലുമായിട്ട് ആലോചിച്ച് എത്രയും പെട്ടെന്ന് തുടർ നടപടികൾ ചെയ്യുന്നതായിരിക്കും. കാരണം ഇതിന്റെ സീലിംഗ് കംപ്ലീറ്റ് പോയിരിക്കുകയാണ്. ഇലക്ട്രിക്കൽ റെക്ടിഫിക്കേഷൻസും ഒക്കെ ചെയ്യേണ്ടതുണ്ട്. അതുകൂടാതെ കൃത്യമായിട്ട് ഉദ്യോഗസ്ഥർക്ക് ഇരുന്ന് ജോലി ചെയ്യുവാനായിട്ട് പല സ്ഥലങ്ങളിലും പല ഡിപ്പാർട്ട്മെന്റുകളിലും സൗകര്യങ്ങളുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇതതിൻ്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കൗൺസിലുമായിട്ട് കൂടി ആലോചിച്ച് ഈ നഗരസഭ കൈക്കൊള്ളുക തന്നെ ചെയ്യും. പിടികൂടിയ മരപ്പെട്ടികൾ ഓഫീസിലെ ഫയലുകൾ നശിപ്പിക്കുകയോ മറ്റോ ചെയ്തിട്ടില്ലെന്നും സുരക്ഷിതമായ സ്ഥലം നോക്കി എത്തിയതാവാമെന്നും ജീവനക്കാർ പറഞ്ഞു. ഓടിക്കൂടിയ ആളുകൾ വളരെ കൗതുകത്തോടെയാണ് മരപ്പെട്ടിയെ നോക്കിക്കണ്ടത്. ഇത്രയും ആളുകളെ ഒരുമിച്ച് പകൽ വെളിച്ചത്തിൽ കണ്ടതിനെ തുടർന്ന് മരപ്പെട്ടികളും പരിഭ്രാന്തിയിലായിരുന്നു. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.